പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഇത് ഏത് സഭയാ? അത് ഏത് സഭയാ കർത്താവ് പണിയുന്നത്? ദൈവസഭ. ഇന്ന് കാണുന്ന നമ്മുടെ ഈ സഭയെ പണിയുന്ന കാര്യമല്ല പറയുന്നത്. നമ്മളൊക്കെ അതിന്റെ കല്ലുകളാണ്. പക്ഷേ ഇന്ന് കാണുന്ന ഏതെങ്കിലും ഒരു സഭ പറയുകയാണ് ഞങ്ങളാണ് ദൈവസഭ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ചോദിച്ചാൽ പറ്റത്തില്ല. ഇതൊന്നുമല്ല ദൈവസഭ. ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസാ. ഇതിനെല്ലാം ഓരോ നിയമങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ ദൈവം ചേർക്കാൻ വരുന്ന സഭയുണ്ട്. തന്റെ സഭയെ ചേർക്കുവാൻ കർത്താവ് വരും. ആ സഭയുടെ കല്ലുകളാണ് നമ്മൾ ഓരോരുത്തരും. പഴയ നിയമത്തിൽ യെരൂശലേം ദേവാലയത്തിന്റെ പണിയോടുള്ള ബന്ധത്തിലാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, യെരൂശലേം ദേവാലയം പണിയുന്ന സമയത്ത് ആ പണിക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. നിങ്ങൾ പഴയ നിയമമൊക്കെ വായിച്ചിട്ടുള്ളവരാണ്. രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആലയം പണിയുന്ന സമയം നമുക്കറിയാം. ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അവരുടെ കയ്യില് പുരോഹിതന്മാർ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു സാധനമുണ്ട്. എന്താണെന്നറിയോ? വായിച്ചിട്ടുണ്ടോ? പുരോഹിതന്മാർ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു സാധനമുണ്ട്, പെട്ടകം അല്ലേ? ഈ പെട്ടകത്തിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? അഹരോന്റെ തളിർത്ത വടി, പിന്നെ ന്യായപ്രമാണം. ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട്. മന്ന ഇട്ട് വെച്ച ആ പാത്രം. കാരണം ഈ മന്ന എന്തിനാ ഇട്ട് വെച്ചേ? നമ്മുടെ പഠിച്ച ഓർമ്മയുണ്ടോ? മന്ന എന്തിനാ ഇട്ട് വെച്ചേക്കുന്നത്? വരും തലമുറ അറിയണം. ഇവർ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ പിതാവായ ദൈവം ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്ത ആഹാരം മന്ന അവരറിയണം. ഈ മന്ന എന്തിനുള്ളതായിരുന്നു എന്ന്. മന്ന അവരെ ബലപ്പെടുത്തി, അവരെ ശക്തിപ്പെടുത്തി. മരുഭൂമിയിൽ അവർ യാത്ര ചെയ്ത് വന്നപ്പോൾ അവരുടെ ആഹാരത്തിന്, അവരുടെ വയറിന്, വിശപ്പിന് വേണ്ടി ദൈവം പൊഴിച്ചു കൊടുത്ത സ്വർഗത്തിലെ ആഹാരം അതാണ് മന്ന. അതിട്ട പൊൻപാത്രം അതിനകത്തുണ്ട്. നിങ്ങളെ എബ്രായ ലേഖനം 9-ാം അധ്യായമാണെന്ന് തോന്നുന്നു. വായിച്ചാൽ നമുക്ക് ആ ഭാഗം അവിടെ നമുക്ക് കാണാം. പിന്നെ അഹരോന്റെ തളിർത്ത വടിയുണ്ട്, പിന്നെ നിയമപുസ്തകമുണ്ട്, ന്യായപ്രമാണമുണ്ട്. ഇതെല്ലാം എടുത്തു വെച്ച് പുരോഹിതന്മാർ ചുമലിൽ ചുമന്നുകൊണ്ട് എന്ത് ചെയ്യുക? പോവുകയാ. ഈ പെട്ടകം നമുക്കറിയാം. പല സമയങ്ങളിൽ പെട്ടകം പിടിക്കപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഈ പെട്ടകം പോയിടത്തൊക്കെ പ്രശ്നമായിരുന്നു, അല്ലേ? പെട്ടകം ചെന്നിടത്തൊക്കെ ഇത് പ്രശ്നമായിരുന്നു. കാരണം ഈ പെട്ടകം ചുമ്മാതെ പെട്ടകം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചുമക്കാൻ പറ്റത്തില്ല. അതിന് നിയോഗിക്കപ്പെട്ടവരുണ്ട്. മനസ്സിലായോ? നിയോഗിക്കപ്പെട്ടവര് മാത്രമേ പെട്ടകം എന്ത് ചെയ്യാവൂ? ചുമക്കാവൂ. ഇനി ഈ പെട്ടകം എല്ലായിടത്തും കൊണ്ട് വെക്കാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. ഇതിന് ശുദ്ധീകരണമുണ്ട്, ഇതിന് യാഗമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞേച്ച് ഈ സാധനം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വെക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഫെലിസ്ത്യരെ പിടിച്ചോണ്ട് പോയി. ഫെലിസ്ത്യരെ യുദ്ധം ചെയ്ത് പെട്ടകം പിടിച്ചോണ്ട് പോയി. നമുക്കറിയാം ഏലി പുരോഹിതന്റെ കാലത്ത്, ശമൂവേലിന്റെ പുസ്തകത്തിൽ ഏലി പുരോഹിതന്റെ കാലത്ത് ഏലി പുരോഹിതന്റെ മക്കൾ പുരോഹിതന്മാരായിരുന്നു ഒഫ്നിയും ഫിനെഹാസും. ഇവർ യുദ്ധത്തിന് പോയി. യുദ്ധത്തിൽ യഹോവയുടെ പെട്ടകം പാളയത്തിൽ ചെന്നപ്പോൾ ജനമാർത്തു. കാരണം ഇവർക്കറിയാം പെട്ടകം വന്നാൽ അവിടെ ജയമുണ്ടെന്ന് ഇവർക്കറിയാം. അപ്പൊ ഈ പെട്ടകം ചുമന്നുകൊണ്ട് പുരോഹിതന്മാര് പോയി. പക്ഷേ ഇവർ ശുദ്ധീകരണമില്ലാതെ ഈ പെട്ടകം എടുത്തുകൊണ്ട് എന്ത് ചെയ്തത്? പോയത്. കാരണം ഇത് കൊണ്ടുപോയ അവിടെ പോയ പുരോഹിതന്മാർ രണ്ടെണ്ണം ഉണ്ട്. ആരൊക്കെയാ? ഈ ഒഫ്നിയും ഫിനെഹാസും. യവന്മാര് ജീവിതത്തിൽ ശുദ്ധീകരണം ഇല്ലാത്തവന്മാരായിരുന്നു. പെട്ടകം ചെന്നപ്പോൾ ഫെലിസ്ത്യന് പേടിച്ചു. ദൈവത്തിന്റെ പെട്ടകം പാളയത്തിൽ വന്നു, നമ്മൾ ഇനി എന്തോ ചെയ്യും? നിങ്ങളൊന്ന് ചുമന്ന പുസ്തകം വായിച്ചു നോക്കിയാൽ മതി. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിപ്പിക്കാതെ. അവര് പേടിച്ചു. പക്ഷേ യുദ്ധ സമയത്ത് പെട്ടകം പിടിക്കപ്പെട്ടു, ഫെലിസ്ത്യര് കൊണ്ടുപോയി. ഇവര്
ഈ പെട്ടകം പിടിച്ച് ഇവര് ഫെലിസ്തീനയുടെ ദേശത്ത് കൊണ്ടുപോയി. ഇവർക്ക് എന്താ സംഭവിച്ചെന്നറിയോ? ഉറക്കെ പറഞ്ഞു, ബൈബിളിലുള്ള കാര്യമാണ്. എന്നാ പറ്റി? പിടിച്ചോണ്ട പോയി മൂലക്കുരു ഉണ്ടായി. അതാ ഞാൻ പറഞ്ഞ ബൈബിളിൽ പറഞ്ഞേക്കുന്ന കാര്യമെന്ന്. ഇവന്മാർ പിന്നെ അതുകൊണ്ട് തിരിച്ചു വന്നു. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പെട്ടകം ചുമന്നുകൊണ്ട് പുരോഹിതന്മാർ പോവുകയാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം. എന്നാൽ ഈ പെട്ടകം കൊണ്ട് വെക്കാനായിട്ട് ഒരു സ്ഥലം ഇവർക്ക് എന്ത് ചെയ്യണം? പണിയണം. അങ്ങനെയാണ് ആലയം പണിയുന്നത്. ദൈവത്തിന്റെ പെട്ടകം ഉറപ്പിക്കണം. അങ്ങനെ ആലയം പണിയാൻ തുടങ്ങി. ഈ ആലയ പണിക്കകത്ത് എങ്ങനെയൊക്കെ ആയിരിക്കണം? സമാഗമന കൂടാരം ഉണ്ടാകണം. ഇതെങ്ങനെയാകണം, എങ്ങനെ പണിയണം, ഇതിന്റെ അളവ് കാര്യങ്ങളെല്ലാം ദൈവമാണ് എന്ത് ചെയ്യുന്നത്? പറഞ്ഞു കൊടുത്തത്. നമുക്കറിയാം, ഈ പഴയ നിയമത്തിൽ പെട്ടകം ഉണ്ടാക്കിയതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? വെള്ളപ്പൊക്ക സമയത്ത് ജലപ്രളയത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പെട്ടകം ഉണ്ടാക്കി. ഈ പെട്ടകത്തിനുണ്ടാക്കേണ്ട തടി വരെ ആരാ പറഞ്ഞു കൊടുത്തത്? ദൈവം പറഞ്ഞു കൊടുത്തു, അല്ലേ? ഗോഫർ മരം കൊണ്ട് നീ എന്ത് ചെയ്യണം? ഒരു പെട്ടകം ഉണ്ടാക്കണം. ഇനി ആ പെട്ടകത്തിനകത്ത് ആ പെട്ടകത്തിന് എത്ര നീളം വേണം, എത്ര വലിപ്പം വേണം, എത്ര ഉയരം വേണം, അതിനകത്ത് എത്ര തട്ട് വേണം, വെള്ളം കേറാതിരിക്കാൻ നീ എന്തോ ചെയ്യണം. കാരണം ആരാ പെട്ടകം പണിത്? നോഹ പെട്ടകം പണിത സമയത്ത് ഈ അതെ, ഈ നോഹ മാത്രമല്ല പെട്ടകം പണിത്, ആണോ? അല്ല, നോഹ ഒത്തിരി പേരെ വിളിച്ചു. അവരെല്ലാം കൂടെ ചേർന്ന് നടത്തി ചെയ്യുന്നത് പെട്ടകം പണിതത്. അപ്പൊ അവരുടെ കണക്കല്ല ഇതിനകത്ത് എന്ത് ചെയ്യും? വരും. അപ്പൊ ആ കണക്കൊന്നും ശരിയാകത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് അതിന്റെ കാരണം അറിയാമോ? അന്ന് വരെ മഴ പെയ്തിട്ടില്ല, വെള്ളപ്പൊക്കം ആര് കണ്ടിട്ടില്ല. ഈ നോഹയോ നോഹയുടെ കാലത്തുള്ളവരോ വെള്ളപ്പൊക്കം എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. കാരണം ദൈവത്തിൽ എഴുതിയിരിക്കുന്ന അന്ന് വരെ മഴ പെയ്തിട്ടില്ല. അപ്പൊ നോഹ ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞാൽ നോഹയുടെ കണക്കനുസരിച്ച് തടിയൊക്കെ കട്ട് ചെയ്ത് അടിച്ചു കൂട്ടി ഒരു പെട്ടകം എന്ത് ചെയ്യും? ഉണ്ടാക്കും. പക്ഷെ ഇത് വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? മുങ്ങിപ്പോവും. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഇതിനകത്ത് കീല് തേക്കണം. മനസ്സിലായോ? കീല് തേച്ച് ഇതിന്റെ ഓട്ടകളൊക്കെ എന്ത് ചെയ്യണം? അടയ്ക്കണം. ഇല്ലെങ്കിൽ ഈ പെട്ടകം വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനകത്ത് വെള്ളം കയറി ഇത് മുങ്ങിപ്പോകും. നമുക്കറിയാം, വെള്ളം പൊങ്ങി ഏതാണ്ട് എനിക്ക് തോന്നുന്നു 3 മാസത്തോളം വെള്ളം എന്ത് ചെയ്തു? പൊങ്ങിക്കിടന്നു. വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് പെട്ടകം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? നിങ്ങൾ ചിന്തിക്കണം, വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് ഭൂമിയിലുള്ളതൊക്കെ വെള്ളത്തിന് അടിയിലോട്ട് പോയപ്പോൾ പെട്ടകം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? മേളിലോട്ട് പോയിക്കൊണ്ടിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ഇതിന് ഓട്ടയില്ലായിരുന്നു. ഈ ഓട്ട ഉണ്ടായിരുന്നെങ്കിൽ, കിഴുത്ത ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലേ? വെള്ളം കയറി ഇത് താഴോട്ട് പോയേനെ. ഓട്ടയോടെ നിൽക്കുന്നത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇതിനെല്ലാം ദൈവം കണക്ക് കൊടുത്തു. ഈ കണക്കനുസരിച്ചാണ് നോഹ പണിതത്. പെട്ടകം, ദൈവത്തിന്റെ പെട്ടകം പണിയുന്നത് എല്ലാം കണക്കനുസരിച്ചാണ്. അപ്പൊ അങ്ങനെ ഈ പെട്ടകം കൊണ്ട് സ്ഥാപിക്കാനായിട്ട് ആലയപ്പണി, ശലോമോൻ ആലയം പണിയുന്ന സമയത്ത് നിയമം പറഞ്ഞത് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ കൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആലയം പണിയേണ്ടത്. അപ്പൊ നോക്കിയേ, ഈ വെട്ടുകുഴിയിൽ വെച്ച് കല്ലുകൾ വെട്ടിയെടുക്കും, അല്ലേ? ഈ എല്ലാ കല്ലും എങ്ങോട്ട് കൊണ്ടുവരത്തില്ല. ശ്രദ്ധിച്ചോണം നിങ്ങൾ, ആലയം പണിയാനായിട്ട് കൊണ്ടുവരത്തില്ല. എങ്ങനെയുള്ള കല്ലേ കൊണ്ടുവരത്തുള്ളൂ? വെട്ടി
അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ചുറ്റിക, മഴു, എക്സെട്ര. മുതലായ എന്ന് പറയുമ്പോ എക്സെട്ര. വേറെ ആയുധങ്ങൾ ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ആയുധം ഉപയോഗിക്കുമ്പോ പൊട്ടിപ്പോകുന്ന കല്ലുകൾ എന്ത് ചെയ്യും? അവിടെ ഇട്ടേച്ചു പോരും. ഇനി ആയുധം കൊണ്ട് ചെത്തിയിട്ടും ഷേപ്പ് വരാത്ത കല്ലുകൾ എന്ത് ചെയ്യും? അവിടെ ഉപേക്ഷിക്കും. അല്ലേ? അപ്പൊ ഷേപ്പ് ഒത്ത കല്ലുകൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആലയ പണിയായിട്ട് കൊണ്ടുവരത്തുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കേ, ചെത്തി എടുത്ത കല്ലുകൊണ്ട് ചെത്തിയിട്ട് ഷേപ്പ് വരാത്ത കല്ലുണ്ട്, പിന്നെ പൊട്ടിപ്പോയ കല്ലുകളും ഉണ്ട്. അപ്പൊ ഈ 3 ടൈപ്പ് കല്ലുകളുണ്ട്. ഈ 3 ടൈപ്പ് കല്ലുകളിൽ ഒറ്റ കല്ല് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ആലയ പണിക്കെടുത്തുള്ളൂ. ബാക്കി കല്ലുകൾ എന്ത് ചെയ്തില്ല. അപ്പൊ നോക്കിക്കേ, ഇവർക്ക് തമ്മിൽ എന്തുണ്ട്, ഒരു സെപ്പറേഷൻ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ആലയപ്പണിക്ക് എന്നെ ഒരു കല്ലായിട്ട് എടുക്കണമെങ്കിൽ ചെത്തിയെടുത്ത് ഈ കല്ലിന് മറ്റ് കല്ലുമായിട്ട് എന്തു വരണം, സെപ്പറേഷൻ വരണം. വ്യത്യാസമൊന്നുമില്ലെങ്കിൽ ഈ കല്ലെന്ത് ചെയ്യത്തില്ല, അവിടെ ഇട്ടേക്കത്തേ ഉള്ളൂ. ഇപ്പൊ നോക്കിക്കേ, എന്നെ ചെത്തി എടുക്കുമ്പോ എത്ര ചെത്തിയിട്ട് ഷേപ്പ് വരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഉപേക്ഷിക്കത്തേ ഉള്ളൂ. നമ്മൾ ദൈവത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എബ്രായ ലേഖനത്തിലാണെന്ന് തോന്നുന്നു, പല പ്രാവശ്യം പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷിക്കാരന് കൃഷിക്ക് യോഗ്യമായ നിലയിൽ എത്തുന്നില്ല എങ്കിൽ പിന്നെ അതിനെ എന്ത് ചെയ്യും? ചുട്ട് കളയും. അല്ലേ? അപ്പൊ നോക്കിക്കേ, മഴ കിട്ടാഞ്ഞിട്ടാണോ, നനയാഞ്ഞിട്ടാണോ? ഇതൊന്നുമല്ല. പക്ഷെ കുടിച്ചു പുള്ളി എവിടെ ഇരിക്കുക? അവിടെ തന്നെ ഇരിക്കുക. യാതൊരു ഫലവും പുള്ളി എന്ത് ചെയ്യുന്നില്ല, പുറപ്പെടുന്നില്ല. പറയാൻ 6-ാം അധ്യായത്തിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സസ്യാദികളെ പ്രാപിക്കുന്നു. കണ്ടോ? മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തുമാണ്. അടുത്ത അതെന്ത് ചെയ്യുമെന്നുള്ള ചുട്ട് കളകിയത്രേ അതിന്റെ അവസാനം. നോക്കിയേ, ആദ്യം പറഞ്ഞു സസ്യാദികളെ വിളയിക്കുക. അങ്ങനെ എഴുതിയിരിക്കുന്നത് കൃഷി ചെയ്യുന്ന വ്യക്തിക്ക് കൊള്ളാവുന്ന, ഹിതമാവെന്ന് പറഞ്ഞാൽ കൊള്ളാവുന്ന സസ്യാദികളെ വിളയിപ്പിച്ചുവാണെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കും. അടുത്ത പറയുക, ഈ മുള്ളും ഈ മുള്ളിന്റെ ഞെരിഞ്ഞിന്റെ പ്രത്യേകത തന്നെ വേറെ ഒരെണ്ണത്തിനെയും ഇത് എന്ത് ചെയ്യത്തില്ല, വളരാൻ സമ്മതിക്കത്തില്ല. ഇവനെ കൊള്ളാമോ അതും ഇല്ല. മനസ്സിലായോ? ഈ പുള്ളിയെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് മൊത്തം എവിടാ നിൽക്കുന്നത്? വേറെ രണ്ടിടത്താണ് നിൽക്കുന്നത്, ഒരിടത്താണ് നിൽക്കുന്നത്. ഇത് വളർന്നു വരുന്നത് ഒരിടത്ത് തന്നെ വളരുന്നത് അല്ലേ? ഇവർക്കെല്ലാവർക്കും വേണ്ട വെള്ളം എന്ത് ചെയ്തു? ആവശ്യത്തിന് കൊടുത്തു അല്ലേ? അവിടെ എന്താ നമ്മൾ ആദ്യം വായിച്ചേ? പലപ്പോഴും പെയ്ത മഴ. അപ്പൊ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? മഴ പെയ്തു. ഇതിനാവശ്യമായ വെള്ളം എന്ത് ചെയ്തു? കിട്ടി. പക്ഷേ കിളിച്ചു വന്നപ്പോ എന്താ വന്നേ? നല്ല സ്വഭാവം ഒന്നും ഈ പുള്ളി എന്ത് ചെയ്തില്ല, വന്നില്ല. വന്നത് മൊത്തം മുള്ളിന്റെ
ഞെരിഞ്ഞില്ല. നമുക്കറിയാം കർത്താവ് ഒരു ഉപമ പറഞ്ഞു അല്ലേ? ഒരു മനുഷ്യൻ വിതയ്ക്കുവാനായിട്ട് പുറപ്പെട്ടു. ആദ്യം പോയ വഴിക്ക് കുറച്ച് എവിടെ വീണു? വഴി തരികെ വീണു. അതിനെ കുറിച്ച് പറയുന്നത് കിളികൾ വന്നത് അപ്പോഴേ എന്ത് ചെയ്തു? കൊത്തിക്കൊണ്ടു. അത് തീർന്നു. അടുത്തത് പറഞ്ഞു എവിടെയാ വീണേ? മുള്ളുകൾക്കിടയിൽ വീണു. അതെന്ത് ചെയ്തു? കിളിച്ചു അല്ലേ? കിളിച്ചു. പക്ഷേ ഈ മുള്ള എന്ത് ചെയ്തു? അവനെ മേളിലോട്ട് എന്ത് ചെയ്തില്ല? വിട്ടില്ല. അടുത്തത് പാറ സ്ഥലത്ത് വീണു. അത് കിളിച്ചു. പക്ഷേ പാറപ്പുറത്തായത് കൊണ്ട് വേറെ അതിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല. ആഴ്ന്നിറങ്ങാൻ പറ്റാഞ്ഞത് കൊണ്ട് ചൂടടിച്ചപ്പോൾ ഇത് സംഭവിച്ചു, കരിഞ്ഞുപോയി. നാലാമത് ഒരെണ്ണം വീണു. എവിടെയാ? നല്ല നിലത്ത്. അത് 30, 60, 100 മേനിയായിട്ട് അത് ഫലം പുറപ്പെടുവിച്ചു. അപ്പൊ ഈ മുള്ളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞെരുക്കി കളയില്ല, വളരാൻ എന്ത് ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല. വളർന്ന് അങ്ങോട്ട് പൊങ്ങി വരുന്നുണ്ടെ ഇവന്റെ മുള്ളിന്റെ ആ മുള്ള അതിന്റെ പുറത്തോട്ട് വെച്ചിട്ട് എന്ത് ചെയ്യും? അമർത്തു. അപ്പൊ നോക്കിയാൽ ഇതല്ല എവിടെ ഇരിക്കുന്നത്? ഈ മുള്ളും ഞെരിഞ്ഞിലും അല്ല എവിടെ ഇരിക്കുന്നത്? ഒരിടത്തായിരിക്കുന്നത് അല്ലേ? അവിടെ പറയുന്നു ഈ മുള്ളും ഞെരിഞ്ഞിലുമാണ് നീ പുറപ്പെടുവിക്കുന്നതെങ്കിൽ നിന്നെ എന്ത് ചെയ്യും? എന്തോന്നാ അവിടെ പറഞ്ഞേക്കുന്നത്? ചുട്ട് കളകിയ അത്ര അതിന്റെ അവസാനം. അപ്പൊ നോക്കിക്കേ, മുള്ളും ഞെരിഞ്ഞിലും പുറപ്പെടുവിക്കുക. അപ്പൊ ഇത് നമ്മുടെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ഇത് എവിടുന്നാ പുറപ്പെടുന്നത്? നമ്മിൽ നിന്ന് പുറപ്പെടുക. അപ്പൊ ഈ സ്വഭാവം, മുള്ളിന്റെയും ഞെരിഞ്ഞിലിന്റെയും സ്വഭാവമാണ് നമ്മിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതെങ്കിൽ പിന്നെ അവനെ എന്ത് ചെയ്യാം? ചുട്ടുകളയും. കാരണം വേറൊരു ഉപമ കർത്താവ് പറഞ്ഞ സമയത്ത് ആ ഉപമയ്ക്കകത്ത് കർത്താവ് പറഞ്ഞു, പിന്നെ കൃഷിക്കാരൻ ചെന്ന് നോക്കിയപ്പം ഗോതമ്പും വളർന്നു, കൂടെ എന്ത് വന്നു? കളയും വന്നു. അപ്പൊ ഈ ഇട്ട വളം ആർക്കെല്ലാം കിട്ടി? 2 കൂട്ടർക്കും കിട്ടി. വെള്ളം ഒഴിച്ചത് ആർക്ക് കിട്ടി? 2 കൂട്ടർക്കും കിട്ടി. കിളച്ച് നല്ല വൃത്തിയാക്കിയപ്പോഴെല്ലാം 2 കൂട്ടർക്ക് ഇതെല്ലാം എന്ത് ചെയ്തു? കിട്ടി. അപ്പൊ കൃഷിക്കാരൻ പറഞ്ഞു, നമ്മള് വിത്തല്ലേ, ഗോതമ്പല്ലയോ വിതച്ചത്, അതിന്റെ ഇടയ്ക്ക് എന്തോ വന്നു? കളയും വളർന്നു വന്നല്ലോ, എന്താ ചെയ്യേണ്ടത്? പിഴുത് കളഞ്ഞേക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഉടമസ്ഥൻ എന്നാ പറഞ്ഞേ? ഇപ്പൊ പിഴണ്ട, പിഴുതാൻ എന്ത് സംഭവിക്കും? ഈ കളയം പോവും, വിത്തും എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഗോതമ്പ് കളയും കൂടെ എന്ത് ചെയ്യും? പിഴുതു പോവും. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യണ്ട, പിഴണ്ട, അവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. ഇവൻ കൊയ്ത്തോളം വളരട്ടെന്ന് പറഞ്ഞു. കൊയ്ത്തോളം വളരട്ടെ. അന്ന് നമ്മൾ ഇതിനെ മൊത്തം എന്ത് ചെയ്യും? പിഴും. ഗോതമ്പിനെയും പിഴും, കളയും പിഴും. പിഴുതേച്ച് ഈ കൃഷിക്കാരൻ ഒരു പരിപാടി നടത്തും. കള മാറ്റും, ഗോതമ്പ് മാറ്റിവെക്കും. എന്നിട്ട് ഈ കളയെ എന്താ ചെയ്യുന്നത്? ചുട്ട് കളയും. അപ്പൊ കൊയ്ത്തോളം വളരട്ടെ. അപ്പൊ നോക്കിയേ, ഇതെല്ലാം നമ്മൾ ഓർക്കണം. ഇതെല്ലാം എന്തിനാ കാണിക്കുന്നത്? ഈ കൊയ്ത്തോളം വളരട്ടെ എന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവ് വന്നിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു സമയമുണ്ട്. അന്ന് ഈ വളർന്ന് വന്ന കള പറയുക, ഞാനും പാട്ടുപാടിയതാ, ഞാനും അന്യഭാഷ പറഞ്ഞതാ, ഞാനും കൈയടിച്ചതാ, ഞാനും സ്വോത്രയച്ച് ഇട്ടതാ, ഞാനും ആരാധനയ്ക്ക് ടൈമിന് വന്നതാ. അപ്പൊ കർത്താവ് പറയും, ഞാൻ ഒരു നാളും അറിയുന്നില്ലെന്ന് പറയും. അപ്പൊ നോക്കിയേ, ഈ വിത്ത് കർത്താവിന് കൊള്ളാവുന്ന, അല്ലെങ്കിൽ ഉടമസ്ഥന് കൊള്ളാവുന്നത് മാത്രമേ ഉടമസ്ഥൻ എന്ത് ചെയ്യത്തുള്ളൂ? എടുക്കത്തുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ കല്ലുകൾ വെട്ടിയെടുക്കാൻ ഇഷ്ടം പോലുണ്ട്. പക്ഷേ ചെത്തിയെടുത്ത കല്ല് 4 വേർപാട്, സെപ്പറേഷൻ
ഞാൻ ചോദിക്കട്ടെ, ഇത് ഞാൻ പറയുന്നതല്ല, ദൈവവചനം പറയുന്നത്. ദൈവസഭയ്ക്ക് ഭൂമിയുമായിട്ട് ലോകവുമായിട്ട് സെപ്പറേഷൻ വേണം. അതാ ദൈവസഭ. അതേതുമായി ഇന്ന് നമ്മൾക്കറിയാം, നമ്മൾ ലോകത്തിൽ നോക്കിയാൽ A തൊട്ട് Z വരെയുള്ള പേര് കൊണ്ട് എന്തുണ്ട്? ചർച്ചുകളുണ്ട്. അത് പെന്തിക്കോസ് ആയാലും ഓർത്തഡോക്സ് ആയാലും യാക്കോബ ആയാലും പിന്നെ കത്തോലിക്ക ആകുമ്പോൾ ഞങ്ങൾ 5 തലമുറ പെന്തിക്കോസിലായി. നമുക്കറിയാം ഈ സമുദായ സഭകളുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ബിഷപ്പുണ്ട്, അല്ലെ ഒരു അച്ഛനുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താ? ഭയങ്കര ക്രെഡിറ്റ് അല്ലെ? ഇന്ന് പെന്തിക്കോസ്തുകാരൻ തുടങ്ങി, ഞങ്ങളുടെ കുടുംബത്തിൽ 5 പാസ്റ്റർമാരുണ്ട്. അതിനെന്താ? ഒരു കാര്യമില്ല. നീ ജീവിച്ചാ നീ സ്വർഗത്തിൽ പോകും, പാസ്റ്റ് ജീവിച്ചാ പാസ്റ്റ് പോകും. പൗലോസ് അതാ പറഞ്ഞ, വംശാവലികൾക്ക് യാതൊരു പ്രാധാന്യവും ദൈവവചനത്തിലില്ല. 5 തലമുറയായിട്ട് ഞാൻ പെന്തിക്കോസിലാണെന്ന് പറയുന്നത് നീ നിത്യതപ്പാനുള്ള യോഗ്യതയല്ല. ആണോ അല്ല. നിത്യതയിൽ പോകണമെങ്കിൽ മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. അടുത്തത്, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗത്തിൽ കടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ വംശാവലിക്കൊന്നും വലിയ കാര്യമൊന്നും പ്രസക്തിയൊന്നും ഇല്ല. പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ എന്നാ പറഞ്ഞേ? നിങ്ങളെ കാട്ടി പ്രശംസിക്കാനൊക്കെ വകുപ്പുള്ള വ്യക്തിയായി ഞാൻ. പക്ഷേ യേശുവിനെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ, യേശു ക്രിസ്തുവിനാൽ ഞാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇതൊന്നും വലിയ കാര്യമല്ലെന്ന് എനിക്ക് തോന്നി. അപ്പൊ ആ കാര്യങ്ങൾ എടുത്തൊന്ന് വായിച്ചോ. പൗലോസ് പറയുക, എനിക്ക് പ്രശംസിക്കാൻ. ഫിലിപ്പി ലേഖനം ഫിലിപ്പിയ ലേഖനം അതിന്റെ 3 തൊട്ട് വായിച്ചു. 4 തൊട്ട്. പക്ഷെ എനിക്ക് ജഡത്തിനും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാനും തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിചയം ഏറ്റവും ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രാഹിം ജനിച്ച എബ്രാഹിം, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തെ സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്യണമെന്ന് അന്വേഷിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചെയ്യണമെന്നു. കേട്ടോ, ഇവിടെ എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ, അപ്പൊ നോക്കിയാൽ ഏറ്റവും വലുതേതാ നേരം? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾ പ്രാപിക്കുന്നതാണ് ഏറ്റവും വലുത്. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലുത്. ഒന്നുകൂടെ വായിച്ച പേശ് പറയാം വാക്യം. എന്റെ അത്രയുമല്ല, എന്റെ ശ്രദ്ധിച്ചായിട്ടോടെ എല്ലാവരും പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും. അപ്പൊ നോക്കിക്കേ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം തനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, എനിക്ക് ഏറ്റവും വലുതായിട്ട് ഏതാ തോന്നിയത്? ആ പരിജ്ഞാനം എനിക്ക് വലുതായി തോന്നിയപ്പോൾ ബാക്കിയെല്ലാം എനിക്ക് എന്തായി തോന്നി? ആ തിരിച്ചറിവ് തനിക്ക് കിട്ടിയപ്പോൾ ബാക്കിയൊന്നും ഇതിനേക്കാൾ വലുതല്ലെന്ന്, ഇനി വലുതല്ല
ഇംഗ്ലീഷ് എന്താ കൊടുത്തിരിക്കുന്നത്? Knowledge of Christ. അല്ല, ഛേദം എന്ന് എഴുതിയെന്നോ പേര്? Consider everything as a loss. And do count them but done, that man may be saved. Loss of Consider Loss of all things. ഒരു ട്രാൻസ്ലേഷനിൽ വന്നേക്കുന്ന I consider them as garbage. Garbage. അതിന്റെ cabbage അല്ല, garbage. Waste. വേസ്റ്റ് ആയിട്ട് തോന്നിയത്. ഈ വേസ്റ്റ് വീട്ടിൽ നമ്മൾ സൂക്ഷിക്കുമോ? അത് തന്നെ. വഴിയിലൊക്കെ നമ്മൾ പോകുമ്പോ ചവിട്ടി വെച്ചിങ്ങനെ നോക്കത്തില്ലേ ആ സാധനം. ഇത് നമ്മളാരും എവിടെ സൂക്ഷിക്കത്തില്ല മോനെ. സൂക്ഷിക്കോ? കുറച്ച് ഇരിക്കട്ടെ വീട്ടിൽ, അടുത്ത വർഷം കൃഷിക്കെന്ന് പറഞ്ഞ് കൊണ്ട് ബെഡ്റൂമിന്റെ മൂലയ്ക്ക് വെക്കുവോ? വെക്കത്തില്ല. ഇതെവിടെ കൊണ്ട് കളയും? എത്രയും ദൂരെ കൊണ്ട് കളയാമോ? കാരണം ഞാൻ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നത് ഈ കൃഷി സ്ഥലത്തിന്റെ ഇടയ്ക്ക് വിടാം കുറെ വരുന്നത്. അപ്പൊ ഈ കൃഷിയുടെ സമയമാകുമ്പോ അതുകൂടി ഭയങ്കര സ്മെല്ല. ഈ ഹോഴ്സിന്റെ കുതിരയുടെ ചാണകം കൊണ്ടിടുന്നത് ആ ഏരിയയുടെ വരാൻ പറ്റത്തില്ല. അപ്പൊ ചോദിക്കേ, ഇത് എത്രയും ദൂരെ കൊണ്ട് കളയാമോ അത്രയും ദൂരെ നമ്മൾ എന്ത് ചെയ്യും? ലിപ്സ കൊണ്ട് കളയും. കളഞ്ഞു കളഞ്ഞു നമ്മള്. പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴല്ല ഛേദമെന്നെണ്ണുന്നു. എന്തൊക്കെയാ ഛേദമെന്ന് പൗലോസ് എണ്ണിയത്? ഞാൻ പരിച്ഛേദനയേറ്റവനാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് ഒരുത്തരും എന്നോട് മുട്ടി നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള അറിവിന്റെ ചീർപ്പ് പൗലോസ് ഒരിക്കൽ പറഞ്ഞു. ഒരു മിനിറ്റ്. അറിവ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ചീർപ്പിക്കുന്നു. പപ്പ് ചെയ്യുന്നു. പപ്പ് ചെയ്യുക, ചീർപ്പിക്കും. ഇവിടെ പൗലോസ് ഇപ്പൊ എങ്ങനെയാ ചീർത്തു നിന്നത്? അറിവ്. ഗമാലിയേലിന്റെ വേറൊരു ഭാഗത്ത് പറഞ്ഞാൽ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് ന്യായപ്രമാണം മുഴുവൻ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ പഠിച്ചെടുത്തവനാണ്. ചെറുപ്രായത്തിൽ സന്നദ്ധ സംഘത്തിന്റെ അംഗമായി തീർന്നവനാണ്. ഇതെല്ലാം തന്നെ ഇങ്ങനെ പൊപ്പി ചെയ്ത് നിർത്തിയിരിക്കുക, ചീർപ്പിച്ചു നിർത്തിയിരിക്കുക. നോക്കിയേ. പക്ഷെ പൗലോസ് പറയുക, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ഞാൻ അറിഞ്ഞപ്പോൾ, യേശു ക്രിസ്തുവിനെ ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ, യേശു ക്രിസ്തു ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ് എന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, എന്റെ ഉള്ളിൽ ചീർത്തു നിന്ന ഈ അറിവുകളെയെല്ലാം ഞാൻ ഏത് സമൂഹത്തിലാണെന്നുള്ള തിരിച്ചറിവ്, ഞാൻ എവിടെയാണ് ജനിച്ചതെന്നുള്ള ആ ചീർപ്പും ഒക്കെ ഞാൻ എന്ത് ചെയ്തു? ഛേദമെന്നെണ്ണുവാനിടയായി. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ഇത് വെച്ചിട്ടൊന്നും തോന്നിക്കേ. 4 പ്രസംഗം അടുപ്പിച്ച് ജനം കേട്ട് കൈയടിച്ചാൽ ചീർക്കുന്ന പാസ്റ്റർമാരായിരുന്നുള്ളത്. ഒരു BMW ഒരു ബെൻസും വീടിന്റെ മുറ്റത്ത് കിടന്നാൽ നമ്മുടെ മുഖത്തിന്റെ പാപം മാറുന്നവരാ നമ്മള്. നാല് ബെഡ്റൂമിന്റെ വീട് മേടിച്ചാൽ മുഖഭാവം മാറുന്നവരാ നമ്മൾ വിശ്വാസികൾ. നമ്മുടെ വർത്താനത്തിന്റെ സ്റ്റൈലുകൾ മാറുന്നവരാ. 5 അക്ക ശമ്പളം മേടിക്കുമ്പോ നമ്മുടെ മുഖത്തിന്റെ ഭാവം മാറുന്നവരാ നമ്മള്. പൗലോസ് പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ജഡത്തിൽ ആശ്രയിക്കാൻ വകുപ്പുണ്ടായിരുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ
എനിക്ക് എന്തുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. പക്ഷേ യേശു ക്രിസ്തുവിനെ ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ, യേശു എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ തിരിച്ചറിഞ്ഞപ്പോ ഞാൻ ഇതെല്ലാം എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ വായിച്ചത് ഛേദമെന്ന് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ എന്തായിട്ട്? അങ്ങനെയാണെങ്കിൽ ഈ സാധനം നമ്മുടെ കയ്യിലുണ്ടോ? ഏതാ? ഏത് സാധനം? ഈ പറഞ്ഞ സാധനം നമ്മൾ ഇപ്പോഴും കൈവച്ചോണ്ട് നടക്കുവല്ലേ? നേതാക്കന്മാരെന്ന് പറയുന്ന, ആത്മീയ നേതാക്കന്മാരെന്ന് പറയുന്നവന്മാരെല്ലാം ഇത് കൈവച്ചോണ്ട് നടക്കുവല്ലേ? ഞങ്ങളുടെയാണ് ദൈവസഭ, ഞങ്ങളാണ് പാരമ്പര്യ സഭ എന്ന് പറയുന്നവരൊക്കെ കയ്യിൽ എന്താ വെച്ചേക്കുന്നത്? നിങ്ങളോട് ശ്രദ്ധിച്ചോണം. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, പാസ്റ്റർ പറഞ്ഞത് ശരിയല്ല, തെറ്റാ എന്ന് പറയാം, ഇപ്പൊ പറയാം, നോ പ്രോബ്ലം. ഇതും കൈവച്ചോണ്ട് നടക്കുക. ഞാനടക്കം നമ്മളിതെല്ലാം എന്ത് ചെയ്തോണ്ടിരിക്കുക? കൊണ്ട് നടക്കുക. ഏതാ കൊണ്ട് നടക്കുന്നത് ഓർത്തോണം. വെളി വെക്കേണ്ടി വരും. ദൂരെ കൊണ്ട് കുഴി കുത്തിയിടേണ്ട സാധനം നമ്മൾ എവിടെ കൊണ്ട് നടക്കുക? ഇപ്പൊ നമ്മുടെ അപ്പൊ കർത്താവ് നമ്മളെ വെള്ള തേച്ച ശവക്കല്ലെ എന്ന് വിളിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടോ മനസ്സിലാറ്? കാരണം ഈ വെള്ള തേച്ച ശവക്കല്ലെ എന്ന് വിളിച്ചാൽ കാരണം എന്നാ? കുഴി എടുത്തു കഴിഞ്ഞാൽ സംഭവമല്ല, അവിടെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സാധനം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നാം വായിച്ചത് വെട്ടുകുഴിയിൽ വെച്ച് നിന്റെ അറിവിന്റെ ചീർപ്പ് വെട്ടിക്കളഞ്ഞത്, നിന്റെ പാരമ്പര്യത്തിന്റെ മുഴച്ചു നിന്ന പാരമ്പര്യത്തെ വെട്ടി ലെവലാക്കാതെ ഞാൻ ജനിച്ച കുടുംബം ഇന്നതാണെന്നുള്ള കുടുംബ മഹിമ വെട്ടി ലെവലാക്കാതെ നിന്നെ ആലയത്തിന്റെ കല്ലായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ ശകനെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ഇവിടെ പാരമ്പര്യത്തിനും വിലയില്ല. ഞാൻ ഇന്ന പാരമ്പര്യത്തിൽ ജനിച്ചതാണ്, ഞാൻ റോമിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നത് ഇവിടെ എത്തില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ റോമ പൗരനാന്ന് പറഞ്ഞു. ശതാധിപൻ എന്താ പറഞ്ഞേ? ഞാൻ ഏറിയ വില കൊടുത്തതല്ല, ഏറിയ വില കൊടുത്താൽ ഞാൻ എന്ത് ചെയ്തത്? പൗലോസ് പറയാ, നീ വില കൊടുത്തല്ലേ മേടിച്ചത്, ഞാന് റോമ പൗരനായിട്ട് എന്ത് ചെയ്തതാ? ജനിച്ചതാ. അപ്പൊ റോമ പൗരനുള്ള പ്രത്യേകിച്ച് പാരമ്പര്യത്തിന് എന്തില്ല, അത്രേ ഉള്ളൂ. പൗലോസിനോട് ശതാധിപൻ പറയുകയാണ്, ശതാധിപനോട് പറഞ്ഞു, റോമ പൗരനെ എന്തുവാ അല്ലല്ല, റോമ പൗരനെ നീ വിചാരണ കൂടാതെ ഉപദ്രവിച്ചോ, അല്ലെ വിചാരണ കൂടാതെ തടവിലാക്കാൻ പോവാണ്. ഉടനെ ചോദിച്ചു, നീ റോമ പൗരനാണോ? അതെ. ഉടനെ മറ്റേ പുള്ളി പറഞ്ഞാൽ ഏറിയ വില കൊടുത്തിട്ടാണ് ഇത് മേടിച്ചത്. അപ്പൊ റോമിന്ന് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. ഇനിയും പറയാ, ഞാനങ്ങ് സിറിയെന്ന് വന്നതാന്ന് പറഞ്ഞാൽ ഇതിനകത്ത്
വലിയ കാര്യമൊന്നും ഇല്ല. പിന്നെ പറയാം ഞാൻ കനാനിൽ നിന്ന് വന്നേ പറഞ്ഞാലും ഇതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ല. ഇനി ഞാനെങ്കിൽ ലാറ്റിൻ അതെവിടാ ലാറ്റിൻ കാത്തലിക്സ് ഉണ്ടല്ലോ ലത്തീൻ അതെല്ലാം റോമിൽ നിന്ന് വന്ന് ഇവർ ഇതിനകത്തുള്ളതാണല്ലോ. അപ്പൊ നോക്കിക്കേ, ഇനി പെന്തിക്കോസ്തുകാർ ഞാൻ കുമ്പനാട്ടാ ജനിച്ചു എന്റെ വെല്ലുവിളിച്ചൊക്കെ പറയാം. നീ സിയോൻ കുന്ന് കേട്ടിട്ടുണ്ടോ? സിയോൻ കുന്ന് ചച്ചക്കോടിന്റെ അന്ന് പണ്ടത്തെ അവിടെ കൺവെൻഷൻ ഒക്കെ നടക്കുമ്പോ എന്റെ വെല്ലുവിളിച്ചൊക്കെ പറഞ്ഞു ഏഴംകുളത്ത് നടന്ന് സിയോൻ കുന്നിൽ പോകുമായിരുന്നു. ചെങ്ങന്നൂര് സിയോൻ കുന്നിൽ പോയി കൺവെൻഷൻ കേൾക്കുമായിരുന്നു. അപ്പൊ സിയോൻ കുന്നിൽ നിന്ന് വന്നയാന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. പാരമ്പര്യത്തിന് ദൈവവചനത്തിൽ ദൈവശരീരം എന്തില്ല, വിലയില്ല. കാരണം കർത്താവ് ഒരിക്കല് ഈ ജോലിക്ക് ആളെ വിളിച്ചു അല്ലേ. ഒരു യജമാനൻ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറെ പേര് മെനക്കെട്ട് നിൽക്കുന്നു. അപ്പൊ യജമാനൻ പറഞ്ഞു, നിങ്ങള് എന്റെ കൂടെ വന്നാൽ നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാശ് തരാം. അപ്പൊ 7 മണിക്ക് വന്നു, 8 മണിക്ക് വന്നവരുണ്ട്, 11 മണിക്ക് വന്നവരുമുണ്ട്. അപ്പൊ ഈ ശമ്പളം കൊടുക്കുന്ന സമയത്ത് 7 മണിക്ക് വന്നു വിചാരിച്ചു അവനേക്കാ കൂടുതൽ എനിക്ക് നമ്മൾ വാങ്ങിയിട്ടില്ലേ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ കിട്ടിയപ്പോ എല്ലാവർക്കും ഒരു കാശേ കിട്ടുള്ളൂ. അപ്പൊ 7 മണിക്ക് വന്നവൻ പറഞ്ഞ 11 മണിക്ക് വന്നവരോട് കൂടെ ഞങ്ങളെ നീ താരതമ്യം ചെയ്ത ശരിയായില്ലെന്ന് പറഞ്ഞു. ഉടനെ യജമാൻ എന്താ പറഞ്ഞത്, എടാ എന്റെ കയ്യിലുള്ള കാശുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കുന്നതിന് നീ എന്തിനാ അസൂയപ്പെടുന്നത്? അവിടെ ഒരു ഉപമ അവിടെ പറഞ്ഞതാ. അപ്പൊ നോക്കിയേ, നിങ്ങൾ റോമിൽ നിന്ന് വന്നതോ നിങ്ങൾ കനാനിൽ നിന്ന് വന്നതോ സിറിയെന്ന് വന്നതോ ഒന്നും ഇവിടെ വിഷയമല്ല. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലാണ് നിൽക്കുന്നതെങ്കിൽ എവിടെ പോകും? നിത്യതയിൽ പോകും. മനസ്സിലായോ? ഇനി താഴോട്ട് വായിച്ച പേശ് പറയാം. ഇതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണോ? അത് ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും പ്രമാണത്തിന്റെ വേണ്ട സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നല്ലൊരു നീതി തന്നെ ലഭിച്ചു അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപം. കേട്ടോ, ശ്രദ്ധിക്കണം, ആ വാക്യം ശ്രദ്ധിച്ച് കേട്ടോളൂ നിങ്ങളെല്ലാവരും. ആരിലിരിക്കേണ്ടതിന്, അവനിൽ എന്ന് പറഞ്ഞാൽ അല്ല, ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ ഇരിക്കേണ്ടതിനും ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയണം. അറിയണമെന്നല്ല പറഞ്ഞത്, അല്ലല്ല അനുഭവിച്ച് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ അനുഭവിച്ചറിയണം? ഒന്നുകൂടെ വായിച്ചത്. ഒന്ന്, കർത്താവിന്റെ മരണത്തോടെ മറിയ വാക്യമുണ്ട് 10-ാം വാക്യം. ഇവിടെ തൊട്ട് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോടെ അനുരൂപപ്പെട്ടിട്ട്. ഒരു മിനിറ്റ്, എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥമാണ് അനുരൂപപ്പെടുന്ന പറഞ്ഞാൽ ഇംഗ്ലീഷില് എന്റെ അർത്ഥമല്ല. മനസ്സിലായോ? അവന്റെ മരണത്തോട് അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നാ? ഇംഗ്ലീഷ് വായിക്കല്ലോ, ഇതെന്തോ പറഞ്ഞു. അതെന്തുവാ? യെസ്, പൗലോസ് പറയുകയാണ് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, സ്നാനത്തിൽ നിങ്ങൾ അവന്റെ മരണത്തോട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോട് നിങ്ങൾ ഏകീഭവിക്കുക. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എനിക്ക് ക്രിസ്തുവിൽ ഇരിക്കേണ്ടതിനും ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്. ശ്രദ്ധിച്ചോണം ഇങ്ങോട്ട്.
ആത്മാവിനെയും കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയണം. ഇത് ചുമ്മാ വായിച്ചു വിട്ടാ പോരാ, ഇത് നീട്ടിക്കുറിച്ച് വായിച്ചിട്ട് കാര്യമൊന്നുമില്ല. നല്ല ഈണത്തിൽ പാടിയതുകൊണ്ട് കാര്യമില്ല. പൗലോസ് പറയുകയാണ്, എനിക്കിതെന്ത് ചെയ്യണം? എന്റെ ശരീരത്തിൽ, എന്റെ ഹൃദയത്തിൽ, എന്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് ചെയ്യണം? ഇത് അനുഭവിച്ചറിയണം. അപ്പൊ നോക്കിക്കേ, ദൈവമക്കളെ, നിങ്ങൾക്ക് എന്തുണ്ട്? പൗലോസ് പറയാ, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നതെല്ലാം കഷ്ടതയില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, അനുഗ്രഹം അനുഗ്രഹം. ഇപ്പൊ തന്നെ നമ്മൾ കേൾക്കുന്ന അനുഗ്രഹം വരെ പ്രാർത്ഥിച്ചു നിർത്താൻ പോവാ, അല്ലേ? പക്ഷെ പൗലോസ് പറയുകയാണ്, എനിക്കറിയേണ്ടത്, എനിക്ക് അനുഭവിക്കേണ്ടത് യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ, അതിന്റെ കൂട്ടായ്മയിൽ എനിക്ക് കൂടണം. ഏതിന്റെ? ഏതിന്റെ കൂട്ടായ്മയിൽ കൂടണം? കഷ്ടാനുഭവങ്ങളുടെ. ആരുടെ? യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ ഉള്ള കൂട്ടായ്മ എനിക്ക് എന്ത് ചെയ്യണം? മക്കളെ ശ്രദ്ധിച്ചോണം, എനിക്കറിയണം. ഇതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് എല്ലാം നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ മജീഷ്യൻ ചെയ്യുന്നത് പോലെ കണ്ണടച്ചു തുറക്കുന്നുണ്ട്, എല്ലാം കിട്ടി, ഇവിടെ ഇങ്ങനെ ചീർത്ത് ജീവിക്കുന്നതല്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിഞ്ഞ് ഈ ഭൂമിയിൽ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നതാണ് ക്രിസ്ത്യാനിറ്റി. ലോകത്തിലുള്ള എല്ലാവരുമായിട്ട് തോളെ കൈയിട്ട്, എല്ലാവരുമായിട്ട് പങ്കുകൂടി, എല്ലാവരുമായിട്ട് സ്വറ പറഞ്ഞ്, എല്ലാത്തിനകത്തും പോയി തലയിട്ട് ജീവിക്കുന്നതല്ല ക്രിസ്ത്യാനിറ്റി. ഇന്ന് ഇതല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നമുക്കിന്ന് ഇവിടെ സഭ പണിയണം, പള്ളി പണിയണം, പിന്നെ ചർച്ച് പണിയണം, ആകെ ബഹളങ്ങളാവും. നമുക്ക് കോടികളുടെ പരിപാടിയാണ്, നമ്മൾ ബിസിനസ്സാണ് നടത്തുന്നത്. അതൊക്കെ സഭയൊക്കെ പണിയണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പണിയുന്നതിന് മുൻപ് നീ ദൈവസഭയുടെ കല്ലായിട്ടുണ്ടോ? പള്ളിയൊക്കെ പണിതു, 8, 10, 15 കോടി ഉണ്ട്, പണിതു. പക്ഷേ എന്റെ ചോദ്യം, നമ്മൾ ദൈവസഭയുടെ കല്ലായിട്ടുണ്ടോ? പൗലോസ് പറയുകയാണ്, ഞാൻ ഈ കല്ലായി തീർന്നത് എങ്ങനെയാണെന്നുള്ള പൗലോസോടെ പറഞ്ഞിരിക്കുന്നത്. ചുമ്മാ ഒരു ദിവസം ഞാൻ കല്ലായിട്ട് അങ്ങ് കയറി ഇരിക്കുമല്ലായിരുന്നു. നമ്മൾ പറഞ്ഞു വന്നത് സെപ്പറേഷൻ, വ്യത്യാസമുണ്ടാകണം. പൗലോസ് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ജഡത്തിൽ പ്രശംസിക്കാൻ വകയുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എനിക്കുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇതെല്ലാം ഛേദമെന്നെണ്ണി. പിന്നെ പള്ളി പണിയുന്നതല്ല എന്റെ വിഷയം. ഓലക്കീറ് മറച്ചു വെച്ചതാണെങ്കിലും അവിടെ ഞാൻ ഇരുന്നാൽ ദൈവ സാന്നിധ്യം എന്ത് ചെയ്യും? ഈ
കപ്പിപ്പിടിയച്ചൻ പറഞ്ഞ ഒരു വിഷയമുണ്ട്. അദ്ദേഹം പറഞ്ഞു 4 ഓലക്കീർ മടക്കി വെച്ചാൽ ആർക്കും പള്ളി ഉണ്ടാക്കാവും, ആർക്കും സഭയുണ്ടാക്കാവും. സത്യമാ പുള്ളി പറഞ്ഞത്. പണ്ട് നമുക്കറിയാം പെന്തിക്കോസിന്റെ അനുഭവം കേരളത്തിൽ വന്നപ്പോൾ പെന്തിക്കോസുകാരെന്ന് ലോകം വിളിച്ച് കളിയാക്കിയവരൊക്കെ ഓലക്കീറും മടക്കി വെച്ച് അതിനകത്തിരുന്ന് ആരാധിച്ചത്. അവിടെ ഇറങ്ങി വന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കോടികളുടെ ചർച്ചുകൾ വന്നു. ഇന്ന് ഒരു ചർച്ചൊക്കെ നമ്മുടെ പെന്തിക്കോസുകാരായിരുന്നു, ഒരു ചർച്ചിനൊക്കെ 1-1.5 കോടി രൂപ ചെലവാക്കുന്നത്. പക്ഷെ എന്തില്ല അവിടെ? കാരണം എന്താണെന്നറിയോ? നമ്മളിന്ന് ഏതിന്റെ പുറകില? നമുക്കിന്ന് AC ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആരാധന വരത്തുള്ളൂ. നമുക്ക് നല്ല കുഷ്യനിട്ട കസേരകൾ ഉണ്ടായെങ്കിലേ നമുക്ക് എന്ത് വരത്തുള്ളൂ. അതൊക്കെ മേടിച്ചോ, നല്ലതാണ്. വയ്യാത്തവരൊക്കെ ഇരുന്നോട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ വിളിച്ചപ്പോ ഞങ്ങളുടെ ഫാദർ പറഞ്ഞു ഇപ്പൊ താഴെ ഇരിക്കാൻ ആരും ഇല്ലെന്ന്. പിള്ളേർ പോലും ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? അത് കസേരലേ ഇരിക്കത്തുള്ളൂ. ഇരുന്നോട്ടെ, നല്ല കാര്യം. പക്ഷേ എന്റെ ചോദ്യം, നമ്മൾ കസേരയിരുന്നോ താഴെ ഇരുന്നതിനപ്പുറത്ത് ദൈവ സാന്നിധ്യം നിങ്ങൾ കൂടി വന്നപ്പോൾ അനുഭവിച്ചോ? ദൈവശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടോ? വ്യക്തിപരമായി നിങ്ങൾക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടോ? നിങ്ങൾ ദൈവസഭയുടെ കല്ലായിട്ട് മാറിയിട്ടുണ്ടോ? കാഹളം ധ്വനിക്കുമ്പോൾ നാം എടുക്കപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മളിവിടെ 1.5 കോടിക്ക് ഹോള് പണിതു, 8 കോടിക്ക് 10 കോടിക്ക് ഹോള് പണിതു. കാഹളം ധ്വനിച്ചപ്പോൾ നമ്മൾ കേട്ടില്ല. പണിതുകൊണ്ട് എന്താ ഗുണമുണ്ട്? ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെട്ടാൽ അടുത്ത ആരാ ഇങ്ങോട്ട് വരുന്നേ? ഇതിനകത്ത് ആരാധിക്കാൻ പറ്റുമോ? ഈ 8 കോടിക്കകത്ത് അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ചോട് മാറ്റും പുള്ളിയുടെ പറയുന്നത്. ശ്രദ്ധിക്കണം. പൗലോസ് പറയുകയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത എനിക്ക് മനസ്സിലായപ്പോൾ ബാക്കിയെല്ലാം ഞാൻ എന്ത് ചെയ്തു? ഛേദമെന്ന് തന്നെ. അടുത്ത നമ്മളിവിടെ വായിച്ചത് ക്രിസ്തുവിൽ ഇരിക്കേണ്ടതിനും, അങ്ങനെ നമ്മൾ വായിച്ചേ അവനിൽ ഇരിക്കേണ്ടതിനും അവനെയും അവന്റെ പ്രതിസ്ഥാന ശക്തി അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിക്കേണ്ടതിനും ഇങ്ങനെ അല്ലല്ല, അതിന്റെ മുകൾ ഭാഗത്ത് അവനിൽ ഇരിക്കേണ്ടതിനും അവനിലിരിക്കേണ്ടതിനും ക്രിസ്തുവിലിരിക്കേണ്ടതിനും ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെയും ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും. എന്താ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി? എന്താ ഉയർപ്പിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ? യെസ്, പുനരുദ്ധാനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ മരണത്തെ തോൽപ്പിച്ച ശക്തി. നമ്മൾ പറയത്തില്ലേ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എങ്കിൽ അതേ ആത്മാവിന്റെ ശക്തിയാൽ നാം ഇവിടെ ഒന്നും ചെയ്യും, ഉയർത്തെഴുന്നേൽക്കും. അല്ലെ? അങ്ങനെയാണെങ്കിൽ നോക്കിയ പുനരുദ്ധാനത്തിന്റെ ശക്തി പൗലോസ് പറയും ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ എഴുതിയിരിക്കുന്നത് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടത്. ഇങ്ങനെ വല്ല വിധേനയും നിങ്ങൾ നോർത്ത് ഇതാരായി പറയുന്ന വല്ല വിധേന എനിക്ക് പോണമെന്ന്? ഈ വല്ല വിധേന പോകുന്ന ഇംഗ്ലീഷിൽ എഴുതിക്കുന്നത് എനി മീൻസ് ഐ മൈറ്റ് ഇതാരാ പറയുന്നത് ഓർത്തോണം. എല്ലാം കളഞ്ഞേച്ച് ഛേദമെന്ന് എണ്ണിയ പുള്ളി പറയുക ഇങ്ങനെ വല്ല വിധേനയും
ചവറെണ്ണിയിട്ടും പൗലോസ് പറയുകയാണ്, എനിക്ക് വല്ല വിധേനയും എന്ത് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് സുഖലോലുപതയെ വിടാൻ കഴിയാതെ അതിനെ ചെത്തിക്കളയാൻ മനസ്സില്ലാതിരിക്കുന്നത് നമ്മുടെ കാര്യം. ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭാഗം ഇപ്പം തമാശക്കാണെങ്കിൽ ഒരു പറഞ്ഞ ഒരു സത്യമുണ്ടായിരുന്നു. ഈ ഭാഗങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മളതല്ല ഒരുപ്പെട്ടവരൊന്നും ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, വല്ല വിധേനയൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല, വായിക്കുന്നില്ല. ഈ പിന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തേരിലിരുന്ന് എത്യോപ്യയിലെ മന്ത്രി ഇരുന്ന് വായിച്ചപ്പം പൗലോസ് പിന്നെ ഫിലിപ്പോസ് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? അപ്പൊ പറഞ്ഞു, ഒരുവൻ പൊരുൾ തിരിച്ചു തരാതെ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? ഇപ്പൊ പൊരുൾ തിരിച്ചു തരുക, ഗ്രഹിച്ചോണം. പൗലോസ് പറയുകയാണ്, ഞാൻ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ ആഗ്രഹിച്ച് ഞാൻ എല്ലാം എന്ത് ചെയ്യുന്നു, ഉപേക്ഷിച്ച്. നമ്മൾ ചാമറം തന്നു, പക്ഷെ ഇത് ചെയ്യത്തില്ല. ഇത് ശ്രദ്ധിക്കണേ, നമ്മള് ഈ സാധനം മാറ്റി വെക്കും, ഇത് പൊതിഞ്ഞു വെച്ചേച്ച് ചാവറെന്ന് പറയും. ഓ, ഇതെല്ലാം ചവറാന്ന് പറയും. ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഈ ഓരോ സാധനം ഇവിടെ കളയാനെടുക്കുമ്പോൾ ഞാൻ പറയും, ഇത് കളയണ്ട, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും എന്ന് പറഞ്ഞാൽ ഞാൻ കവറിലിട്ടുകൊണ്ട് ഒരു മൂലയ്ക്ക് വെക്കും. ഇതുപോലെ നമ്മൾ ചവറെന്ന് പറയും, പക്ഷെ എന്ത് ചെയ്യത്തില്ല, ഉപേക്ഷിക്കത്തില്ല. പക്ഷെ പൗലോസ് പറയുകയാണ്, ഞാൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ അതിനെ വിളിച്ച പേരാണ് ചവറ. വേറൊരു ഭാഗത്ത് പറഞ്ഞു, ഞാൻ ഛേദമെന്ന് എണ്ണി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമായിട്ട് പുള്ളി അതിനെ കണ്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇന്ന് സുഖലോലുപത കളയാതെ, അതിനെ ചെത്തിക്കളയാൻ താല്പര്യമില്ലാതെ, അതിൽ രസിച്ച് ജീവിക്കുന്ന ഒരൊറ്റ വ്യക്തിക്കും ദൈവസഭയുടെ കല്ലായി തീരാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. ഇനി ദൈവസഭയുടെ കല്ലായി തീരുന്നില്ല എങ്കിൽ ദൈവസഭയെ എടുക്കുവാൻ അതിന്റെ ഉടമസ്ഥൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ല. ദൈവമക്കളെ, ഈ ഞാനിതിവിടെ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇന്ന് ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ മാറിയിട്ട്, ഞാൻ ഇന്നാൾ ഇവിടെ പറഞ്ഞതാ, നമ്മുടെ പാട്ടുകൾ പോലും എന്ത് ചെയ്തു, മാറി. നിങ്ങൾക്കൊക്കെ അറിയാം, എന്റെയൊക്കെ ചെറുപ്പത്തിലെ ഏറ്റവും ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പാട്ടുകളൊക്കെ നിത്യതയെ കുറിച്ചുള്ളതായിരുന്നു, ഇല്ലേ? അന്നത്തെ ഒരു ഹിറ്റ് പാട്ടായിരുന്നു സ്വർഗനാട്ടിലൻ. ബിനോയ് ചാക്കോയൊക്കെ ഇങ്ങനെ കുതിരവണ്ടിയുടെ പുറകിൽ ഇരുന്ന് പാടിപ്പോകുന്ന അന്നത്തെ വീഡിയോ ഒക്കെ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? അന്ന് എന്റെ ചെറുപ്പത്തിൽ സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ, ഇതുപോലുള്ള പാട്ടുകളായിരുന്നു. അല്ല, നിത്യതയെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു ദർശനം തരുന്ന പാട്ടുകളായിരുന്നു. അന്നത്തെ കൺവെൻഷൻ എല്ലാം അവസാനം പാടുന്ന ഒരു പാട്ടുണ്ട്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും എന്ന് പറഞ്ഞ ആ പാട്ട് അവസാനം വിളിക്കും. ഇന്ന് യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കാൻ താല്പര്യമുള്ളവർ കൈപൊക്കാം, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അന്നൊരു കാർഡ് കൊണ്ട് കൊടുക്കുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ചർച്ചിലൊക്കെ കൺവെൻഷൻ നടക്കുമ്പോൾ അതിന്റെ അവസാനം ഞങ്ങളുടെയൊക്കെ കയ്യിൽ കുറേശ്ശെ ഒരു പൗപ്പത്തെ കാർഡ് തന്നിട്ട് ഇങ്ങനെ എല്ലായിടത്ത് പോയി നിൽക്കാൻ പറയും. ആരെങ്കിലും കൈ വെക്കുവാതെ അവരുടെ കൈ കൊണ്ടുപോയി ഈ കാർഡ് കൊടുക്കണം. അപ്പൊ അവരതിനകത്ത് അഡ്രസ്സും പേരും ഒക്കെ എഴുതി അത് തിരിച്ച് തരും. അപ്പൊ പിന്നെ പാസ്റ്റ് ഇവരെ എന്ത് ചെയ്യും, പോയി കാണി, അവർക്ക് വേണ്ടി പ്രാർത്ഥന. അങ്ങനെയാണ് ആത്മാക്കൾ സഭയിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, വന്നുകൊണ്ടിരുന്നത്. ഇന്നതെല്ലാം മാറി. ഇന്ന് നമുക്ക് ഇവിടെ എന്ത് കിട്ടുമെന്നുള്ളതാ കവറാ കൊടുക്കുന്നത്.
എണ്ണി, ഞാനിതെല്ലാം ചാണകപ്പൊഴിക്കകത്തിടുന്ന സാധനം ഒന്ന് എണ്ണി. നമ്മൾ ഇത് പഠിച്ചില്ല, ഇതെല്ലാം നമ്മൾ മാറ്റി വെച്ചു. ഇതിപ്പോ ഈ പാകമേ നമ്മൾ എന്ത് ചെയ്യത്തില്ല. നിങ്ങൾ എവിടെയെങ്കിലും ന്യൂജൻ സഭയിൽ ഈ പാകം പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇനി മേലാൽ ഇവിടെ ന്യൂജൻ സഭയുടെ ഏതെങ്കിലും കാര്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ പ്രശ്നം എടുത്തു പോയിക്കോളും. ഈ ഇതൊന്നും പഠിപ്പിക്കത്തില്ല. കാരണം പഠിപ്പിച്ചാൽ പഠിപ്പിക്കുന്നവന്റെ കാര്യം പോക്കാം. നമ്മൾ ഒരു കാര്യം ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട്, കർത്താവ് വരുന്നത് എന്തിനു വേണ്ടിയാ? എത്ര കാര്യങ്ങളുണ്ട് കർത്താവ് വരുന്നതിന്? എന്തെല്ലാം കാര്യം ഉദ്ദേശത്തിനാണ് കർത്താവ് വരുന്നത്? എത്ര ഉദ്ദേശമുണ്ട് കർത്താവ് വരുന്നതിന്? ഉറപ്പാകും മനസ്സിലാണേ? എത്ര ഉദ്ദേശമുണ്ട്? ഒഴിവാക്കാനും ഉള്ളവരെ ചേർക്കാനും. ശരിയാ, ഒറ്റ ഉദ്ദേശമുള്ളൂ കർത്താവ് വരുന്നത്. കർത്താവ് ഭൂമി വന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. കർത്താവ് ഭൂമിയിൽ വന്ന് ജനിച്ച് പ്രവൃത്തി ചെയ്ത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഒറ്റ ഉദ്ദേശം. ഇനി മടങ്ങി വരുന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. കർത്താവ് വന്ന എന്തിനാ? പാപികളെ രക്ഷിപ്പാൻ. അടുത്ത വരുന്നു, പാപമില്ലാത്ത തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ. നമ്മൾ ദൈവത്തിൽ വായിക്കുന്നില്ലേ, ഇവിടെ കയറി വരുവീരെന്നുള്ള ദൈവശബ്ദം നിങ്ങൾ കേൾക്കും. അവൻ തന്റെ ദൂതന്മാരെ ഭൂമിയുടെ 4 അറുതികളിലേക്ക് അയക്കും. 4 അറുതികൾ എന്ന് പറഞ്ഞാൽ 4 കോണിലേക്ക്, തെക്ക വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന പോലെ വിട്ട് തന്റെ വിശുദ്ധന്മാരെ അവൻ ചേർക്കും. ദൈവമക്കളെ, ഞാൻ പറഞ്ഞത് ദൈവസഭയുടെ കല്ലുകളായിരിക്കണം. നമ്മൾ പറഞ്ഞു വന്ന വിഷയം സെപ്പറേഷൻ, വേർപാട് നമുക്കുണ്ടായിരിക്കണം. ലോകത്തിൽ നമുക്ക് വേർപാട്, ലോകത്തിൽ നിന്ന് വേർപാടെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇനി ഞാൻ ആരുമായിട്ട് ഇനി മിണ്ടത്തില്ല അതാണോ? ലോകത്തിലുള്ള ഒന്നും എനിക്ക് വേണ്ട അതാണോ? അല്ല, പാപവുമായിട്ടുള്ള വേർപാടാണ് ലോകത്തിൽ നിന്നുള്ള വേർപാട്. പണ്ട് പാടുമായിരുന്നു, ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, പോകണം യേശുവിൻ പാത നോക്കി, ഏകുന്നു സമസ്തവും. അറിയത്തില്ല പാട്ട്? ഏകനാഥനെ നിനക്കാൾ. കണ്ടോ? അപ്പൊ ലോകത്തിന്റെ ഇമ്പങ്ങളെ വിടുന്നതാണ് ലോകത്തെ വിടുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ ലോകം എനിക്ക് വേണ്ട, ലോകത്തിൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? പറ്റുമല്ലേ? പറ്റത്തില്ല. നമുക്ക് ലോകത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ നമുക്ക് ന്യായമായതൊക്കെ വേണം. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് വീട് വേണ്ട എന്നുള്ളതല്ല, ജോലി ചെയ്യരുതെന്നല്ല ഞാൻ ഈ പറയുന്നത്. ന്യായമായി നമുക്ക് ഇവിടെ വേണ്ടതൊക്കെ നമുക്ക് വേണം, ദൈവം തരികയും ചെയ്യും. എന്നാൽ ഇതെല്ലാം ലഭിക്കുമ്പോൾ അതിനപ്പുറത്തായിരിക്കണം നിത്യതയെ കുറിച്ചുള്ള നമ്മുടെ ദർശനം. മനസ്സിലായോ? കാലം ഇനി അധികമില്ല. നാം ദൈവസഭയുടെ കല്ലുകളായി മാറണം. എന്താണ് സഭ? ഇനി ഞാൻ അടുത്ത ഞാൻ കുറെ ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പ്രസംഗം കേട്ടോണ്ടിരുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഒരു സംശയം തോന്നിയാൽ നിങ്ങൾ അത് റെഫർ ചെയ്ത് അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഞാൻ പ്രസംഗിക്കുന്നതാണെങ്കിലും വേറെ വലിയ കൺവെൻഷൻ പ്രസംഗിക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് ആ പ്രസംഗം കേൾക്കുമ്പോൾ
അതിനകത്ത് ഒരു സംശയം തോന്നിയാൽ നിങ്ങൾ അത് ശരിയാണോ എന്ന് എന്ത് ചെയ്യണം? ഞാൻ രണ്ട് കാര്യങ്ങളുണ്ട്. ഒരിക്കല് ഞാനിവിടെ പറഞ്ഞ ഒരിക്കൽ ഒരു ഭയങ്കര കൺവെൻഷൻ പ്രാസംഗികൻ പറഞ്ഞു, നമുക്കാർക്കും ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കാൻ പറ്റത്തില്ല. ഞാനിവിടെ പറഞ്ഞ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പുള്ളി പ്രസംഗിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നു, നിങ്ങൾ അശുദ്ധമാക്കിയ എന്റെ നാമത്തെ കുറിച്ച് എനിക്ക് അയ്യോ പാപം തോന്നത്തില്ലയോ? ബൈബിൾ എഴുതിയിരിക്കുക. അപ്പൊ നമുക്ക് അശുദ്ധമാക്കാൻ പറ്റുമോ? അശുദ്ധമാക്കാം. പക്ഷെ പുള്ളി പ്രസംഗിക്കുന്നു, നമുക്കാർക്കും ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കാൻ പറ്റും. പക്ഷെ വചനം എഴുതിയിരിക്കുകയാണ്, ദൈവം പറയുകയാണ്, നിങ്ങൾ ഞാനിവിടെ പഠിപ്പിച്ചതാ, നിങ്ങൾ അശുദ്ധമാക്കിയ എന്റെ വിശുദ്ധ നാമത്തെ കുറിച്ച് എനിക്ക് അയ്യോ പാപം തോന്നി. അല്ല, എക്സ്കൽ പ്രകടനത്തിലാണെന്ന് തോന്നുന്നു. ബെസൂർ പറഞ്ഞത് ജനത്തോട് അയ്യോ പാപം തോന്നിയതാണ്. രണ്ട്, കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജ്, ഒരു വലിയ സഭയുടെ, ഞാൻ പേരൊന്നും പറയുന്നത് നിങ്ങളൊക്കെ അറിയുന്ന ഒരു വലിയ പ്രാസംഗികൻ, വലിയ സഭയുടെ ഒരു 10,500 പേര് കൂടുന്ന ഒരു സഭയുടെ പാസ്റ്റർ ഇതോട് പ്രസംഗിക്കുക. മുടിയനായ പുത്രന്റെ ആ കഥ പുള്ളി ഇങ്ങനെ എടുത്ത് പ്രസംഗിച്ചിട്ട് പറയുകയാണ്, ജ്യേഷ്ഠൻ വന്നിട്ട് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പന്റെ മുതലെല്ലാം കൊണ്ടുപോയി വേശ്യകളോട് കൂടെ നടന്ന് നശിപ്പിച്ചവൻ എന്ന് ജ്യേഷ്ഠൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പാസ്റ്റർ പറയുകയാണ്, അവൻ വേശ്യമാരുടെ കൂടെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. ഇത് ഈ ചേട്ടൻ പറഞ്ഞുണ്ടാക്കിയതാണ്. അപ്പൊ എനിക്ക് അല്ലല്ലോ, ബൈബിളിൽ എന്താ എഴുതിയിരിക്കുന്നത്? എടുക്കണ്ട, ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, അതോ 14-ലാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, ഈ മുതലെല്ലാം അപ്പന്റെ നിന്ന് മേടിച്ച് സ്വരൂപിച്ച് അവൻ ദൂരദേശത്ത് ചെന്ന് അവൻ എങ്ങനെ നടന്നു എഴുതിയേക്കുന്നത്? ദുർനടപ്പ്. എന്താ ദുർനടപ്പ് എന്ന് പറഞ്ഞേ? അതിന് ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞേ, എന്താ പറഞ്ഞേ? ഇമ്മോറാലിറ്റി. അതിനർത്ഥം തന്നെ ഇതിനകത്ത് ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? വേറൊരു വാക്ക് ഞാൻ ഇവിടെ രജിസ്റ്ററോട് ചോദിച്ചിട്ട് ഒരു വാക്ക് ഇതിനകത്ത് ഒരു ട്രാൻസ്ലേഷൻ അത് കൊടുത്തു. അതിനർത്ഥം അതിനേക്കാൾ കൂടിയത് അവൻ ചെയ്തെന്താ എഴുതിയേക്കുന്നത്? റോയിറ്റ്സ് എല്ലാം അതിനകത്ത് വരും. അപ്പൊ നോക്കിക്കേ, ഈ ഇളക്കപ്പെരുപ്പ് ഉണ്ടാക്കാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞ് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഞാനതാ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുവാണ്. ഇങ്ങനെ സംശയമൊന്നും തോന്നാത്തതുകൊണ്ട് കുഴപ്പമില്ല, അവിടെ സംശയമൊന്നുമില്ല. നിങ്ങൾ ബൈബിൾ എടുത്ത് വെച്ച് പഠിക്കണം. ഇത് പാസ്റ്റർക്ക് മാത്രം കൊടുത്തിരിക്കുന്ന കഴിവല്ല. ബൈബിൾ എല്ലാവരുടെയും കൈ തന്നിട്ടുണ്ട്. അതൊക്കെ പണ്ട് കാലത്തായിരുന്നു. ബൈബിൾ തൊട്ടാൽ അവന്റെ കൈ വെട്ടണം, ബൈബിൾ തൊടരുത്, നോക്കരുത്, അതൊക്കെ കഴിഞ്ഞു. നിങ്ങൾ വചനം പഠിക്കണം. പൗലോസ് പറയുന്നത്, നിങ്ങൾ എന്നെ പോലെ ആയാൽ കൊള്ളായിരുന്ന പൗലോസ് പറയുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നെ പോലെ എങ്കിലും ആയാൽ കൊള്ളായിരുന്നു. ബൈബിൾ എടുത്ത് ശ്രദ്ധിക്കണം, പഠിക്കണം, വായിക്കണം. ദൈവമക്കളെ, നിത്യത നഷ്ടമായി പോകരുത്. പൗലോസ് പറയുകയാണ്, പൗലോസ് കളഞ്ഞതെല്ലാം ഇന്ന് ആരുടെ കയ്യിലുണ്ട്? ജസ്റ്റിനോട് ചോദിച്ചു, പൗലോസ് കളഞ്ഞതല്ല ഇന്ന് ആരുടെ കയ്യിലുണ്ട്? പൗലോസ് എന്തൊക്കെ വേണ്ടാന്ന് പറഞ്ഞോ, എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞോ, അതെല്ലാം ഇന്ന് ആരുടെ കയ്യിലുണ്ട്? നമ്മുടെ കയ്യിലുണ്ട്.
പക്ഷേ അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്നറിയാം, നമുക്കിന്ന് ധൈര്യത്തോട് പറയാൻ പറ്റത്തില്ല, ഞാൻ ക്രിസ്തു, പൗലോസ് പറഞ്ഞു, ഞാൻ അവനിലിരിക്കേണ്ടതിനും അല്ലെങ്കിൽ ക്രിസ്തുവിലിരിക്കേണ്ടതിനും ക്രിസ്തുവിനെ അറിയേണ്ടതിനും. പിന്നെ പൗലോസ് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കഴിഞ്ഞില്ല. കാരണം അതിനേക്കാൾ ശ്രേഷ്ഠമായതാണെന്ന് പറഞ്ഞാണ് കുറെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കൈവച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവസഭയുടെ കല്ലുകളായി തീരണമെങ്കിൽ ദൈവമക്കളെ സെപ്പറേഷൻ നമുക്ക് വേണം. ചത്തല് നമുക്ക് ആവശ്യമാണ്. മുഴച്ചിരിക്കുന്നതൊക്കെ എന്ത് ചെയ്യണം, ചെത്തി കളഞ്ഞേ പറ്റത്തുള്ളൂ. അതെന്തൊക്കെയാണെന്ന് നമ്മൾ തീരുമാനിക്കണം. ഒത്തിരി കാര്യങ്ങളുണ്ട് ദൈവത്തിൽ. നമുക്ക് ആഴ്ചകളോളം പഠിക്കേണ്ടതുണ്ട് അതിനകത്ത്. ഞാൻ ഇത് കൊണ്ടുവന്ന് ഒറ്റ ഭാഗം ഞാൻ എടുത്തുള്ളൂ, ഒറ്റ ഒരു വാക്യമേ. അപ്പോഴാണ് ഈ പൗലോസിന്റെ വിഷയം കയറി വന്നത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.